വേണ്ടത്ര വ്യക്തതയോടെ ഭംഗിയോടെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വാഗ്മി അല്ലാത്ത ഒരാൾ അത്തരം ഒരു പ്രസംഗത്തിന് തുനിയുന്നത് ശരിയല്ല. പക്ഷെ ഒന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ONV സാറുമായി ഒരു 10-40 വർഷത്തെ അടുത്ത പരിചയമുണ്ട് എനിക്ക്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സാറിനെ അടുത്തറിയാനും സാറിൻ്റെ വീട്ടിലുള്ളവരെയും വളരെ അടുത്ത മകനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും മരുമകളും അദ്ദേഹത്തിൻ്റെ മകളും ഇങ്ങനെ അവരെല്ലാം അടുത്തറിയാനും അവരുടെ എല്ലാം സൗഹൃദം നേടാനും കഴിഞ്ഞ ഒരു കാലമായിരുന്നു. സാറ്, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, സാറൊരു കവിയായി ജനിച്ച ആളാണ്. അദ്ദേഹത്തിനൊരു അതിനു വേണ്ടിയിട്ട് മനസ്സിൽ തോന്നിയാസം എന്ന് പറയുന്നത് തോന്നിയ എഴുതുന്ന ഒരു ജോലിയാണോ എന്ന് കുട്ടിയായിരിക്കുമ്പോൾ മുതിർന്നവർ ചോദിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം തോന്നിയ പോലെ എഴുതി തുടങ്ങിയാകുന്നു. അദ്ദേഹം ഒരു മഹാകവിയായിട്ട് വളർന്നു, മഹാകവിയായി തുടർന്നു. ഇന്നും നമ്മുടെ എല്ലാം മനസ്സിൽ സാറിൻ്റെ രൂപം ഒരു കവിയായിട്ടും ഒരു വലിയ മനുഷ്യസ്നേഹിയായിട്ടും ഒരു വലിയ അധ്യാപകനായിട്ടും എന്ന് വേണ്ട പല പല രംഗങ്ങളിൽ ശരിക്കും ആധുനികനായ ഒരു കവിയായിരുന്നു സാറ്. അപ്പോൾ എല്ലാ നന്മകളും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ ഇല്ലാത്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള ഇല്ലാത്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള അനുകമ്പയും അവരെ പറ്റിയുള്ള വ്യാകുലതയും ഒക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിലുണ്ട്. അതേസമയം പുരാണ കഥാപാത്രങ്ങളെ പറ്റിയുള്ള ഈ കർമ്മസങ്കടങ്ങളുടെ കഥകൾ അതേപ്പറ്റിയൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതകൾ, അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ആയുസ്സില്ല. അതിങ്ങനെ നിരന്തരമായിട്ട് ആയുസ്സിനപ്പുറം പോകുന്ന, നിരന്തരമായി എന്നേക്കും നിലനിൽക്കുന്ന കവിതകളും അതിലെ വിചാരങ്ങളും അതിലെ ഭംഗികളുമാണ്. അപ്പോൾ സാറിനെ പറ്റി നമ്മൾ സാറിൻ്റെ 95ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മളെല്ലാം ഒരുപക്ഷെ ചെയ്യുന്നത് നമ്മളോട് തന്നെ ഇങ്ങനെ നമ്മുടെ ഈ ഓർമ്മയിലൂടെ, നമ്മൾ ഓർമ്മ പുതുക്കുന്നതിലൂടെ, നമ്മുടെ അർപ്പണം വ്യക്തമാക്കുന്നതിലൂടെ നമ്മുടെ ഭാഷയിലെ ഏറ്റവും വലിയ ഒരു ജീനിയസിനെ ഓർക്കുകയും അദ്ദേഹത്തിന് നന്ദി പറയുകയും അദ്ദേഹത്തെ വാഴ്ത്തുകയുമാണ്. ഈ സമ്മേളനത്തിന് വളരെ ഉദ്ഘാടന പ്രസംഗം ഉൾപ്പെടെയുള്ള തുടർന്നുള്ള ഐറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. എല്ലാവർക്കും വളരെ എന്ന് മാത്രമല്ല, ഈ സാറിൻ്റെ ആസ്വാദകർ ജീവിതത്തിൻ്റെ എല്ലാ തട്ടുകളിലും ഉണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാടകഗാനങ്ങളായാലും സിനിമാ ഗാനങ്ങളായാലും സാധാരണ റേഡിയോയിൽ ഉപയോഗിക്കുന്ന ഗാനങ്ങളായാലും കവിതയായാലും കവിത തന്നെ ഏറ്റവും സുലളിതമായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള സാധാരണക്കാർക്ക് പോലും പുതിയ അക്ഷരം പുതുതായിട്ട് ശീലിക്കുന്നവർക്ക് പോലും മനസ്സിലാകുന്ന കവിതകളും അതിഗഹനമായ വിഷയങ്ങളെ അതിഗഹനമായി തന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കവിതകളും ഇതെല്ലാം ചേർത്തിട്ട് ഒരു വലിയ ഒരു അക്ഷരപ്രപഞ്ചമാണ് സാറിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ തെളിയുന്നത്. സാറിൻ്റെ ഓർമ്മയിൽ നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.